തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് പോലീസ്. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സണ്ണിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സമീപവാസികളാണ് വീടിനകത്ത് നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധിച്ചത്. വീട്ടുടമ സണ്ണി നേരത്തെ 2 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. കൊല്ലപ്പെട്ട വ്യക്തി 40 വയസ്സോളം പ്രായം വരുന്ന പുരുഷനെന്ന് നിഗമനം. പ്രതിയെന്ന് സംശയിക്കുന്ന സണ്ണി പോലീസ് പിടിയിലായി. വാർത്തയുടെ വിവരങ്ങളുമായി സാനു ചേരുന്നുണ്ട്. സണ്ണിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സാനു, വിവരങ്ങൾ. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനുള്ളിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. ചൊവ്വന്നൂർ റേഷൻ കടയ്ക്ക് സമീപത്തെ കോട്ടേഴ്സിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു. തുടർന്ന് അതിനുശേഷം അത് കത്തിക്കുകയും കൂടെ ചെയ്തിരുന്നു. എന്തായാലും കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടന്ന സമയത്ത് ഈ ചൊവ്വന്നൂർ സ്വദേശിയായിട്ടുള്ള സണ്ണി താമസിക്കുന്ന കോട്ടേഴ്സിലാണ് ഈ സംഭവം നടന്നത്. ഈ സണ്ണി നേരത്തെ പല കൊലപാതകങ്ങളും നടത്തിയിട്ടുണ്ട്. 2 കൊലക്കേസുകളിലെ പ്രതിയാണ്. ഒരു കൊലക്കേസിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയും കൂടിയാണ് സണ്ണി. എന്തായാലും ഈ സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ പോലീസ് ഈ സണ്ണിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു നടത്തിയത്. എന്തായാലും തൃശൂർ ചൊവ്വന്നൂരിലെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സണ്ണിനെ അല്പം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസിൽ വിവരങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ സണ്ണി ഈ കൊലപാതകം സമ്മതിച്ചതായിട്ടും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ CCTV ദൃശ്യങ്ങളും, അതായത് കൊലപ്പെടുത്തിയതിനു ശേഷം മുറിയിലിട്ട് ഈ യുവാവിനെ കത്തിച്ചു. ആരാണ് കൊലപ്പെട്ടതെന്നുള്ള വിവരത്തിൽ, മരണപ്പെട്ടതെന്നുള്ള ഒരു വിവരത്തിൽ അന്തിമ തീരുമാനത്തിലെത്താൻ സാധിച്ചിട്ടില്ല. മൃതദേഹം കത്തിച്ചിരുന്നു. ഈ കത്തിച്ചിട്ട് സണ്ണി ഈ റൂം അടച്ച് പുറത്തേക്ക് വരുന്ന CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോലീസിന് സണ്ണിയിലേക്ക് എത്താനും സണ്ണിനെ അറസ്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്.